ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടാത്താസ് ബ്ലോഗ്. സുഖല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? പിന്നില്ലേ, ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോണത് എന്താ? അമ്മ ഉണ്ടാക്കാൻ പോണേ നാട്ടിലത്തെ ഫുഡ് എന്താ? കടല ഞങ്ങൾ കുടിക്കുമല്ലോ, സത്തു ഞങ്ങൾ കുടിക്കുമല്ലോ രാവിലെ. അതിൻ്റെ പൊറോട്ട പിന്നെ എള്ളിൻ്റെ ചമ്മന്തി ഞാൻ കാണിച്ചു കേട്ടോ. പിന്നില്ലേ, കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ കടലപ്പൊടിയും സത്തു സെയിം അല്ലേന്ന്. സംഭവം കടല കൊണ്ട് തന്നെയാണ് രണ്ടുണ്ടാക്കണേ, പക്ഷെ രണ്ടിൻ്റെ മെത്തേഡ് വേറെ ആവും അല്ലേ അമ്മ? കടലപ്പൊടി ഉണ്ടാക്കുന്ന വേറെ മെത്തേഡാവും, സത്തു ഉണ്ടാക്കുന്ന വേറെ മെത്തേഡാവും. കടല അങ്ങനെ കഴുകിയിട്ട് പൊടിപ്പിക്കുക ഉണങ്ങിയിട്ട് മറ്റേ മൈദ ഇത് കടലപ്പൊടി. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാന രാത്രി വെള്ളത്തിലിട്ട് രാവിലെ ഉണക്കിട്ട് മെഷീനിൽ പോയിട്ട് പൊടിച്ചിട്ട് പൊടിയാക്ക പിന്നെ അത് മില്ലാക്ക പൊടിയാക്ക പൊടിച്ചിട്ട് അപ്പൊ അത് ഞങ്ങൾ കുടിക്ക, ഞങ്ങൾ ചപ്പാത്തിയിൽ കഴിക്ക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ അമ്മ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കട്ട് അരിക്കണം, മിക്സിയിൽ അരിക്കണം. പിന്നെ ആട്ടാന് ഉള്ളില് ഫില്ല് ചെയ്യണം. എന്തായാലും ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ, ഇവിടെ വെളുത്തുള്ളി, ഇഞ്ചി, ഇവിടെ ഇഞ്ചി തോല് പൊളിക്കാണ്, പിന്നെ പച്ചമുളക് വെക്കണം. എന്നിട്ട് ഇത് അരിക്കൂട്ടോ മിക്സിയിൽ. ഇതാട്ടോ, ഇത് സത്തൂലില്ലേ അമ്മ മസാല അരച്ച് വെച്ചില്ലേണോ, അത് ഇട്ട് പിന്നെന്താ ഉപ്പിട്ട് വേറെന്താ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്. ഉള്ളി വെച്ചണ്, ഉള്ളി വെച്ചിന് അരിച്ചിട്ട്. ഉള്ളിയല്ല, വെളുത്തുള്ളി. അതന്നെ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മൂന്നും ഉപ്പ് അരിച്ചിട്ട് അതിലിട്ട് പിന്നെ കുറച്ച് അച്ചാറ് മാങ്ങന്റെ അല്ലേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ സംസാരിക്കുന്ന അപ്പോഴേക്കും അമ്മ മിക്സ് ചെയ്തൊക്കെ. സോറി നമുക്ക് ടേസ്റ്റ് ആക്ക. ഇത് എനിക്കിഷ്ടമല്ല. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ആട്ട കൊയ്ക്ക പോവാ. ഓക്കെ അമ്മ, ആട്ട കൊയ്ക്ക പോവാ. പിന്നെ ഉപ്പ് ശരിയല്ലേ? ഉപ്പ് ശരിയാണ് അമ്മ. കുഴപ്പമില്ലല്ലോ? ഇല്ല അമ്മ, അമ്മ ഉണ്ടാക്കുമ്പോ കുഴപ്പമുണ്ടാവോ? ഇല്ല അമ്മ. മുറി വെക്ക. ഓക്കെ, ആട്ട കൊയ്ക്ക് വരട്ടോ. വരാട്ടോ. ബൈ ബൈ. എന്താ അമ്മ ചിരിക്കുന്ന? ഭഗവാൻ, എന്താട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിട്ട് അതിലേക്ക് വെക്കാണ്. പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് വയറ്റിലല്ലേ പോവുക, അത് അങ്ങനെ തന്നെ കഴിച്ചാ. അയ്യോ ഭഗവാനെ, ചൂടാക്കിയത് അമ്മ പരുത്തും ഞാന് ചുട്ടും. അമ്മ അധികം ചിരിച്ചിട്ടാ. ഇവിടെ ഓയിലുണ്ട്, അത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിട്ടോ. ഇനി അതിൻ്റെ ഉള്ളില് സത്തു പറാട്ട അല്ലേ അമ്മ? സത്തു പൂരി. സത്തു പൊറോട്ട അല്ല, ചട്നി പിടി ആണ്. എനിക്ക് കണ്ടിട്ട് വരണം. എത്രയോ ചിരിച്ച് എന്താന്നറിയില്ല. അച്ഛനോട് എന്തൊക്കെയാ പറയുന്നത്? മുളകി ഇത് കഴിഞ്ഞ് പരുത്തി കഴിഞ്ഞ് പരുത്തും. അതെങ്ങനെ അമ്മ ഉണ്ടാക്കണം കാണിച്ചു.
അവിടെ കേരളത്തിൽ ആൾക്കാരുണ്ടാക്കണ്ടേ അങ്ങനത്തെ സംഭവം. മറ്റേ ഇത് പറയാ പച്ചക്കായ തേങ്ങ വെച്ചല്ലേ, തേങ്ങ അങ്ങനെ വറുത്തിട്ട് ഒരു പായ മേലെല്ലാം ഉണ്ടാക്കൂലല്ലോ. പാലട പാലട എന്തോ അതല്ല വേറെന്തോ വായന്റെ എല്ലാം ഉണ്ടാക്കും. പായലുണ്ടാക്കും അങ്ങനെ വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെക്കൂല. അയ്യോ ഇത് കരിഞ്ഞിട്ടോ, ഞാൻ അമ്മേന്റെ വർത്താനം കേട്ടിട്ട്. അമ്മേന്റെ കാരണം കൊണ്ടാ പാടുന്നു. ഫസ്റ്റത്തെ അമ്മയാട്ടോ ഇതാക്കിയത്, ഞാനല്ല. പക്ഷെ എന്നാലും എല്ലാരും കഴിക്കട്ടോ, ഒന്നും പറയില്ല. സാരില്ല, അമ്മ അടിക്കൊക്കെ ഉണ്ടാവും. കുറച്ച് ഓയിൽ വെക്കുള്ളൂ കേട്ടോ, മീൻസ് കുറച്ച് ഓയിൽ പരത്തുള്ളൂ ഇതില്. അധികം ഓയിൽ ആർക്കും ഇഷ്ടമല്ല, അച്ഛനക്ക് മാത്രം ഇഷ്ടം. അച്ഛനക്ക് എല്ലാം ഇഷ്ട. അച്ഛന് പാവം എന്ത് കൊടുത്താലും കഴിക്കും അല്ല അമ്മ? അച്ഛന് മധുര നല്ല ഇഷ്ട. ഇത് ഞാൻ നല്ലമ്പോക്കുണ്ടാവും. അവിടെ നോക്കാനോ? അവിടെ നോക്കണ്ട, എനിക്ക് നോക്കണ്ട. അമ്മനെ നോക്കൂല ഞാന്. बराबर कॉल लेती हूँ पर याद करेक्टा. ഇങ്ങനെ ആക്കിയ സൈഡ് നല്ലോണം വീഴും അല്ല അമ്മ? അമ്മയാണ് എക്സ്പേർട്ട്, ഞാനല്ല. फोन चूड़ाई तब तो ये को ले लेनी ना, तो पूरा बना ले और चार्जिंग में लगा दे. ഞാൻ പോവട്ടെ, ഫോൺ ചാർജ് ഊത്തിക്കട്ടെ. ഫോൺ ചൂടായി. बनाने के बाद दिखा दियो. അമ്മ രണ്ടായി കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്തോ? ഓക്കെ മമ്മ. ഇത് നന്നിട്ടോ കണ്ടെങ്കിൽ. ഗ്യാസ് ഇത് നന്നായി. നല്ല എന്താ പൂരി, യമ്മി യമ്മി സത്തു പൂരി. സത്തു പൂരി ഉണ്ടാക്കി കേട്ടോ. അമ്മ അങ്ങനെ ഇതാട്ടോ. അമ്മയില്ല, ഞാൻ കുറച്ചുണ്ടാക്കി ഞാൻ പോയി. പിന്നെ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു, അതുകൊണ്ട് അല്ല അമ്മ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൂരി. ഇനി മറ്റേ എള്ളുകൊണ്ടുള്ള ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കട്ടെ അമ്മയ്ക്ക്. ഇതാട്ടോ ഇവിടെ ചോപ്പറിൽ ഞാൻ ഉള്ളി പച്ചമുളക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാരങ്ങ അല്ല അമ്മ? വിത്ത് വീണവര് അത് സ്പൂണിൻ്റെ എടുത്താൽ മതി. അങ്ങനെ എടുത്തോ. ഞാൻ വെച്ച് കിട്ടൂല, ചിലപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ സ്ലിപ്പായി പോകും. കിട്ടി. ഇവിടെ ഇനിയുണ്ടല്ലോ. ഇത് തൊള്ളയിൽ പോയ ഒരുമാതിരിയാവും. ഇനി എന്താ അമ്മ? ഉപ്പ് വേണം. യെസ്, ഉപ്പ് വേണം. മറ്റേ സാധനം ബ്ലാക്ക് സാൾട്ടാണ്. ब्लैक साल्ट അല്ല, ഇത് മറ്റേ എള്ള്, ഫ്ലാക്സ് സീഡ്. यहाँ भुजबे तो बताइबे, मगर गांव से भुज ഇത് നാട്ടിൽ നിന്ന് പൊടിപ്പിച്ചിട്ട് അയച്ചതാട്ടോ. പൊടിയാ, ഫ്ലാക്സ് സീഡിന്റെ.
ചീനിച്ചിട്ടിൽ വാട്ടണം. ആ. വാട്ടിട്ട് പിന്നെ മിക്സിയിലും പൊടിക്കണം. ഇത് അവിടുന്ന് പൊടിപ്പിച്ച് കൊണ്ടുപോട്ടാ നാട്ടിൽ നിന്ന്. കുറച്ച് ബ്ലാക്ക് സാൾട്ട്, പിന്നെ വാട്ടർ കുറച്ചും കൂടി വേണം അമ്മ. ഇത് നല്ല മിക്സ് ചെയ്യല്ലേ അമ്മ. ഇത് റെഡി ആയിട്ട് ഇത്രേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം റെഡിയായി അല്ലേ അമ്മ? ഇനി കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടാക്കിയത് അല്ലേ അമ്മ? ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതാട്ടോ ഫുഡ്, പൊറോട്ട, പൂരി ഞാൻ എപ്പോഴും പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ സത്തു നിറച്ചിട്ടുള്ള പൂരി, ഇവിടെ ചമ്മന്തി, ഇവിടെ എള്ളുകൊണ്ട് ഫ്ലക്സ് സീഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചട്നി, പിന്നെ തൈര്, മിൽക്ക് മിസ്റ്റ്. ഇതൊക്കെ വെച്ചിട്ടോ കഴിക്കാൻ പോകണം. നല്ല ടേസ്റ്റ് ആട്ടോ ഇതൊക്കെ വെച്ച് കഴിക്കാൻ. അല്ല അമ്മ, നല്ല ടേസ്റ്റ് അല്ലേ? സൂപ്പർ ടേസ്റ്റ്. അപ്പം ഞാൻ കഴിച്ച് വരട്ടോ, നിങ്ങളും ഒന്നുകൂടി കഴിക്കാൻ. അപ്പം എന്തായാലും കഴിച്ച് വരെ. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ച് പോന്നു കേട്ടോ. ഇന്നത്തെ ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നേ. നിങ്ങളും ട്രൈ ചെയ്യണേ. അപ്പം ഞാൻ ഉറങ്ങാൻ പോകട്ടോ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.